കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല സമയത്തിനായി ദൈവമേ ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഈ പുതിയ തലമുറകൾക്ക് വേണ്ടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഈ ആയിരിക്കുന്ന സമയം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കണമേ കർത്താവെ. ഒരു മുകളിൽ കർത്താവെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ഡിസ്കസ് ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഈ ഒരു ടൈം കർത്താവ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ടൈമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ജീവിതമായി സമയമായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. Help us, O Lord, to experience your tangible presence in our midst, O God Jesus. We submit us into your hands, O God. In Jesus' name we do pray. Amen. Amen. Check. Praise God. ഒന്നുമില്ലായെങ്കിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ, looking at the goodness of God in our lives, just thanking God for everything He's done. If you have the verse 2 on the 2178. Oh, there you go. Thanks, Josh. Praise God. That's
sent his son. They call him Jesus. He came to love. He lived for forgive. He lived and died to buy my pardon. An empty grave was there to prove my Savior lived. Because he lived, I can face tomorrow. Because he lived, all fear is gone.
എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് നമ്മുടെ തലമുറയിൽ വളർന്നു വരുന്ന ജനറേഷൻ, അവര് ദൈവസന്നിധിയിൽ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അവർ ആത്മീയരല്ലെന്നല്ലേ പറയുന്നത്, അവർക്ക് ആത്മീയമായി ഒന്നും കിട്ടുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഈ ഒരു പ്രായത്തിൽ ഞാൻ കോളേജിൽ നിന്നൊരു മിഷൻ ട്രിപ്പ് പോകാനിടയായി ഒക്ലഹോമയിലേക്ക്. സോ ഞാനിവിടെ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കൻസ് ലൈക്ക് ദേ ആർ ലൈക്ക് വെരി ബ്ലെസ്ഡ് ബിക്കോസ് അവർ ജനിച്ചപ്പോൾ തൊട്ട് ക്രിസ്ത്യൻ ഫാമിലി ജനിച്ചു, അവർക്ക് വചനം അറിയാൻ പറ്റി, അവർ വചനം പഠിക്കുന്നവരാണ്, നമ്മളെപ്പോൾ കൂടുതൽ വചനം അറിയുന്നവരാണ്. സോ ഇതായിരുന്നു എൻ്റെ മനസ്സിൽ ഒരു അമേരിക്കയിൽ വളർന്നു വരുന്ന പിള്ളേരെ കുറിച്ചുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ്. ഞാനിവിടെ പുതിയതാണ്, ഞാനിവിടെ വന്നിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ ഒരു മിഷൻ ട്രിപ്പില് അതെന്റെ വേൾഡ് പെർസ്പെക്റ്റീവിനെ ആ ഒരു മിഷൻ ട്രിപ്പ് മാറ്റിമറിച്ചു. ഒക്ലഹോമയില് ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ഉണ്ടായിരുന്നു. അവിടെ പിള്ളേരുടെ ഇടയിൽ, ഈ യൂത്ത്സിന്റെ ഇടയിൽ, ടീൻസ് എസ്പെഷ്യലി, അവരുടെ ഇടയിലുള്ള ഒരു മിനിസ്ട്രി. ആ ഒരു സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ച് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ഇതേപോലെ ഒരു ഗെയിമില് അവരോട് ചോദിച്ചു, നിങ്ങൾ പോയ ഓരോ ലൈഫ് സിറ്റുവേഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ ദാറ്റ് റിയലി ബ്രേക്ക് മൈ ഹാർട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവിടെ നിന്നാണ് ഞാൻ ഓരോരുത്തരോട് സംസാരിക്കാൻ തുടങ്ങിയത്, ഓരോരുത്തർ അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. സോ എല്ലാവരും വളർന്നത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ്, അവർ ചർച്ചിൽ പോകുന്നുണ്ട്, ചർച്ചിൽ വരുന്നുണ്ട്, ചർച്ചിൽ അവർ ആക്റ്റീവാണ്. പക്ഷെ അവരുടെ മനസ്സിൽ അവർ കടന്നു പോകുന്ന ചോദ്യങ്ങൾ, കാരണം അവർക്കുണ്ടാകുന്ന പിയർ പ്രഷർ കൊണ്ട് അവരുണ്ടാകുന്ന ചോദ്യങ്ങള്, അവർക്ക് ഉത്തരം കിട്ടാത്ത കുറെ വിഷയങ്ങള്, അവര് പലയിടങ്ങളിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നത്, അങ്ങനെ പല കാര്യങ്ങള് എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ചിന്തിക്കാനോ കഴിയുന്നതിനപ്പുറമായിരുന്നു അവർ പറഞ്ഞ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി, നമ്മള് പ്രാർത്ഥിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഭയങ്കര അധികമാണ്. ചർച്ചസിലുണ്ട്, പക്ഷെ ഇതുപോലുള്ള മീറ്റിംഗ്സ് ആണ് അവർക്ക് ആ ഒരു കാര്യത്തിൽ അവർക്ക് തുറന്ന് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും അന്യോന്യം ഉണ്ടാകുന്ന ഈ ഒരു ഫെലോഷിപ്പും. കാരണം ചർച്ചിൽ അവർക്ക് കുറെ ബൗണ്ടറീസ് ഉണ്ട്, പാരന്റ്സിന്റെ അടുത്ത് അവർക്ക് കുറെ ബൗണ്ടറീസ് ഉണ്ട്, ഇവിടെ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ആത്മീയമായ ഒരു ഗെറ്റ് ടുഗദർ, ഇത് വളരെ വളരെ ഒരു ബ്ലെസ്സിങ് ആണ്. സോ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾ എല്ലാവരും എടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സോ നമുക്ക് ഈ മീറ്റിങ്ങിന് വേണ്ടി നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. ഈ ഒരു മീറ്റിംഗ് ഇപ്പൊ കുറച്ച് പിള്ളേരേ ഉള്ളൂ, ഇത് ഒരുപാട് പേര് വളർന്ന് ഇത് അനേകർക്ക് ഒരു ബ്ലെസ്സിങ് ആയി അവർ വന്ന് അവർ ദൈവത്തെ കുറിച്ച് പഠിക്കാനും ദൈവത്തെ അറിയാനും. ജസ്റ്റ് ഒരു മീറ്റിംഗ് അല്ല, പക്ഷെ ഓരോ മീറ്റിങ്ങും അവരുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന മീറ്റിങ്ങുകളാവും. സോ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും വന്നത്. സോ നമുക്ക് ആ ഒരു വിഷയത്തെ ഓർത്ത്, നമ്മുടെ ഈ പുതിയ തലമുറയെ ഓർത്ത്, അവർ കടന്നു പോകുന്ന വിഷയങ്ങളെ ഓർത്ത്, ഈ ദിവസങ്ങളിൽ അവർ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത്, ദൈവത്തോടൊരു യഥാർത്ഥമായ ഒരു ദൈവമായുള്ള ഒരു ബന്ധത്തിലേക്ക് അവർ വരേണ്ടതിന്, അവർക്ക് വചനം അറിയാം, കാര്യങ്ങളെല്ലാം അറിയാം, ബട്ട് ദൈവമായുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ക്ലോസ് റിലേഷൻഷിപ്പിലേക്ക് അവർ വളർന്നു വരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ നമുക്ക് ആർക്കെങ്കിലും ആ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah, hallelujah, hallelujah. Gracious God and our Heavenly Father, we thank you and we praise you for this wonderful moment that you have given us, Lord, to join in your presence, Lord. We thank you, Father God, for this youth gathering, O Master God. We thank you, Lord, for the time that you have given for the youth to know you and to get connected with you, Lord Jesus. We thank you, Lord, as parents to be here, O Master God, to worship you, to intercede on their behalf, O Master God. Yes, Lord, children are a gift from the Lord. And we pray, Father God, that may your presence be with us as parents. Help us, O Master God, pour out your abundant grace upon us so that we might be able to carry the duties and responsibilities given upon us, O Master God, to bring them up in the right way, O Master God. Help us, O Lord, give us the grace to lead exemplary lives, O Master God. Help us, O Master God, to trust in you, and help us, O Master God, to believe in your power, O Master God. And we pray, Father God, that all of us as godly families, O Master God, to have that personal higher connection with the Heavenly Father. Help us, Lord, to trust in you with our whole heart and not lean on our own understanding. Yes, Master God, traditions will not take into account. Religion doesn't take into account, but the relationship with Christ matters most. Lord God Almighty, we pray, Father God,
Lord, we pray, Father God, for all the youths that have gathered here today, Lord Jesus. We pray, Father God, Lord, let them be touched by you, Master God. As we discussed, oh Master God, yes, help each and every youth, every child who is in this building right now, oh Master God, to have a stronger, higher connection with you, oh Lord Jesus. Not as people pleasers, but as God pleasers, oh Master God. Let them have the attitude of Christ, oh Master God. And as we heard in the preaching, oh Lord, help them, oh Lord, to walk in the humility and holiness, oh Master God. We pray, Father God, we plead the precious blood of Jesus Christ upon their lives, oh Master God. Lord, help them, oh Lord God Almighty, not to be deceived, not to be blindfolded, oh Master God. Yes, oh Father God, but let the truth set them free, oh Master God. Your word says, I am the way, the truth, and the life. Lord, help them, oh Lord God Almighty. Hallelujah. Growing up in Christian life will not guarantee their eternity, but help them, oh Lord God Almighty, to have that personal, stronger connection with you, oh Master God, so that that truth will set them free, oh Master God. Fill them with the courage, fill them with that faith in you, oh Master God. Help them, oh Lord God Almighty, to trust in you completely, oh Master. Holy Spirit, you be their helper. Holy Spirit, you be their counselor. Holy Spirit, you be their guide. Holy Spirit, you be their advocate. Hallelujah. We thank you and we praise you, O Master God. Lord, we pray that you would fill them with each and every child with the power of the Holy Spirit, so that they will be great witnesses in Jerusalem, Judea, Samaria, and to the ends of the earth. Lord, we pray, Father God, hallelujah. Lord, we pray that your Spirit anoint them and guide them. Lord, we thank you and we praise you, Father God, for all the blessings that you have showered upon them, O Master God. Lord, we thank you, Father God, for your word, O Master God. Lord, hallelujah. Help each and every child, O Master God, to hide the word in their heart, O Master God, so that they might not sin against you, O Lord Jesus. Help them, O Lord God Almighty, to hide the word in their heart, that they might not sin against you, O Lord. Help them, O Lord God Almighty, to give you the number one priority. Help them, O Lord God Almighty. Let them not have any idols in their life, O Master God. Any heroes in their life, O Master God. Not any worldly lust or pleasure, hallelujah, take over their life, O Master God. Help them, O Lord God Almighty. You be the center of their lives, O Master God. I pray, Father God, let the Holy Spirit help them, O Lord God Almighty, to see the things which they have to see, O Master God. Let their thoughts be pure. What they see, let them be pure. Let what they do be pure, O Master God. Help them, O Lord God Almighty, to lead righteous life, O Master God. Help each and every children of ours, and help us parents, O Master God, to have that right standing with God each and every day of our life, O Master God. Let the Holy Spirit control our lives, our day-to-day lives, O Master God. Yes, O Master God, hallelujah. Help us, O Master God, to have a daily attendance in your presence, O Master God. Help us to be deep-rooted in your word, O Master God, so that we will be strong Christians, O Master God. Yes, O Master God. Lord, help us, O Master God. Hallelujah. Though the winds may blow and the storms may come, but we will never, hallelujah, be shaken. Hallelujah. Help each and every one of the children, O Master God, to be deep-rooted in your word, O Master God. Yes, O Master God. We understand that there are peer pressures in the institutions or the colleges or the schools which they study, O Lord God Almighty. But Lord God Almighty, help them, Lord God Almighty, that they will be able to stand strong for you, Master God. They might not compromise with the evil things which fruits of the flesh, O Master God. Help them, O Lord God Almighty. Lord, we pray, Father God, that you would strengthen each and every one of them, O Lord. We thank you and we praise you, Master God. Help the Lord God Almighty. Lord Jesus, help us, O Master God, to be prepared for your coming, Lord. We do not know when your coming is, O Lord, but help us, O Master God, hallelujah, to be prepared for your coming. And help us, O Lord, to lead holy and blameless life. And help us, O Master God, to intercede for this nation, O Master God, for this great nation, O Master God. Yes, O Master God, we pray, Father God, for this government, O Master God. Lord, hallelujah, we pray for all the administration, O Master
God. Hallelujah. Those who have taken responsibilities, our president, vice president, and all the responsible people, oh Master God. We pray that you would protect them, oh Lord God Almighty. We pray that you would pour out your abundant wisdom upon them, oh Lord, and lead them, oh Master God, with your guidance, oh Master God. Lord, we pray, Father God, in the name of Jesus, we claim victory over all the demonic powers, oh Master God, and the schemes which is attacking the government, oh Master God. In the mighty name of Jesus, we rebuke all the strongholds of the evil one, oh Master God. We pray, Father God, hallelujah. We pray, Father God, that you would strengthen the administration of USA, oh Master God, to stand strong for you, oh Lord God Almighty, to build your kingdom, oh Master God. And we pray, Father God, hallelujah, that all the schemes of the evil one will be defeated. In the mighty name of Jesus, we claim victory over it, oh Lord. We claim victory over the churches. We claim victory over the schools. We claim victory in the hospitals. We claim victory in the colleges. We claim victory in the universities, oh Lord. We thank you and we praise you, Lord. May your name be lifted up. May your name be glorified, O Lord. We thank you, Lord. We praise you, O Lord God Almighty. To God be all glory, honor, power, praise. In Jesus' most matchless name we pray. Amen. പൗലോസ് എഫേഷ്യർക്ക് എഴുതിയ ലേഖനത്തില് അതിന്റെ അവസാന ഭാഗത്തിൽ ആ ഒരു ഫുൾ ലെറ്റർ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റിൽ പൗലോസ് പറയുകയാണ്, ഫൈനലി മൈ ബ്രദറൻ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. അപ്പൊ പൗലോസിന് ആ സഭയോട് ഒരു വലിയ ലെറ്റർ എഴുതി കുറെ കാര്യങ്ങൾ, അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എഫേസ്യ സഭയോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോസ് ഫൈനൽ വേർഡ് എന്ന രീതിയിൽ, ഫൈനൽ വേർഡ്സിനാണല്ലോ എപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കൺക്ലൂഷൻ ആയിട്ട് പൗലോസ് പറയുകയാണ്, ഫൈനലി മൈ ബ്രദറൻ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. സോ എങ്ങനെയാണ് നമുക്ക്, എന്തിനായിരിക്കും ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, എന്തിനായിരിക്കും പൗലോസ് ആ സഭയോട് എടുത്തു പറയാനായിട്ട് കാരണം ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. അപ്പൊ അവര് സ്ട്രോങ് അല്ലേ, അവർ ആത്മീയരല്ലേ? പക്ഷെ നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എഫേസ്യ സഭയെ കുറിച്ച് നാം പഠിക്കുന്നിടത്ത് എവിടെയും എഫേസ്യ സഭയെ കുറിച്ച് വലിയ തെറ്റുകളൊന്നും പറയുന്നില്ല. അവർ ആത്മീയ തീഷ്ണതയുള്ളവരാണ്, അവർ ആത്മീയത ഡോക്ട്രിൻസിന് വേണ്ടി ഒരുപാട് വില കൊടുക്കുന്നവരാണ്. പക്ഷെ ആ സഭയെ നോക്കിയിട്ടാണ് പൗലോസ് പറയുന്നത് ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. അപ്പൊ എന്തുവായിരുന്നു? അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് കർത്താവേ പൗലോസ് അവരോട് ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് എന്ന് പറയുന്നത്? സ്ട്രോങ് ആവുക എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള റിലേഷൻഷിപ്പില് ഒന്നും കൂടെ അടുത്തു വരണം, അല്ലെങ്കിൽ അവന്റെ ആത്മീയമായിട്ട് നമ്മൾ ഒന്നും കൂടെ അടുക്കണം എന്ന് പൗലോസ് പറയാനുള്ള കാരണം എന്താ? അപ്പൊ ഇതായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ദിവസങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാനിങ്ങനെ എഫേസ്യ സഭയെ കുറിച്ച് ഇങ്ങനെ പഠിക്കുമായിരുന്നു. അപ്പൊ ആദ്യം എഫേസ്യ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എഫേസ്യ പട്ടണത്തെ കുറിച്ച് പഠിക്കണം. എഫേസ്യ പട്ടണം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് അമേരിക്കയായിട്ട് ഒരുപാട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് എഫേസ്യൻ സിറ്റി എന്ന് പറഞ്ഞാൽ. കാരണം ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്, ഒരു ട്രേഡ് സെന്റർ ആണ്. പക്ഷേ ആ സിറ്റിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ അർത്തമിസ് ദേവിക്കെതിരെയുള്ള ഒരു ആരാധന ഉണ്ടായിരുന്നു, ഐഡൽ വർഷിപ്പ് ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ആ സഭയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം നടുവില് എഫേസ്യ സഭ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ചെറിയ കൂട്ടം, ഈ പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ നടുവിൽ, പാപം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ നടുവിൽ ഒരു ചെറിയ കൂട്ടം, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ചെറിയ കൂട്ടമാണ് എഫേസ്യ സഭ. ഒരു ഭയങ്കര ആത്മീയ തീഷ്ണതയുള്ളവരാണ്. പക്ഷെ ആ സഭയെ നോക്കി പൗലോസ് പറയുകയാണ്, മൈ ബ്രദറൻ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആ സഭയെ നോക്കി പൗലോസ് പറയാനുള്ള കാരണം? അപ്പൊ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്തിനാ ആത്മീയരാകേണ്ടത്, എന്തിനാ നിങ്ങൾ സ്ട്രോങ് ആകണമെന്ന് പറയാനുള്ള കാരണം 12ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഫോർ വി ഡു നോട്ട് wrestle against the flesh and blood. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പകരം but against the principalities, against powers, against the rulers of darkness of this age, against the spiritual host of wickedness in the heavenly places. So ഇതുപോലുള്ള ഈ കൂട്ടായ്മകൾ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഇവിടെ കടന്നു വരുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ ഇപ്പൊ നമ്മുടെ ഇന്റൻഷൻ എന്താ? നമ്മുടെ തലമുറകൾ ദൈവസന്നിധിയിൽ വളരണം, നമ്മുടെ ലോകം, നമ്മുടെ രാജ്യം ദൈവത്തെ അറിയണം, ഒരു കൂടുതൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുക്കണം. സോ
this is actually we are wrestling against the powers of darkness. നമ്മളിത് സിമ്പിൾ ആയിട്ട് എടുക്കുമായിരിക്കും, നമ്മളിത് ചെറിയ ഫെലോഷിപ്പ് ആയിട്ട് എടുക്കുമായിരിക്കും. പക്ഷേ സാത്താനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ ഫെലോഷിപ്പ് അല്ല. സാത്താനെ സംബന്ധിച്ച് ഇതൊരു ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബിക്കോസ് വി ആർ ഫൈറ്റിംഗ്, വി ആർ റെസ്ലിംഗ് ആക്ച്വലി അഗെയിൻസ്റ്റ് ഹിം ആൻഡ് ഹിസ് കിങ്ഡം. കാരണം സാത്താന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തലമുറയെ ദൈവത്തിൽ നിന്ന് മാറ്റുക. എങ്ങനെയാ? പല കൺഫ്യൂഷൻസ് അവരുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട്, ഇപ്പൊ നമുക്കറിയാം LGBTQ പല പല പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നു. കാരണം അവരെ കൺഫ്യൂസ് ആക്കുക, തലമുറയെ കൺഫ്യൂസ് ആക്കുക, ദൈവത്തിൽ നിന്നും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും തലമുറയെ അകറ്റി നിർത്താൻ വേണ്ടി ശത്രു നോക്കുമ്പോൾ അതിന്റെ പുറകിലുള്ളത് ആരാ? അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത് ഈ പ്രിൻസിപ്പാലിറ്റീസ്, ഈ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. അപ്പൊ ആക്ച്വലി നമ്മൾ ഇവിടെ കടന്നു വന്ന് അവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ വേണ്ടി നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ മാത്രമല്ല ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ നേഷനെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും, this is actually we are fighting against the powers of darkness. So അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. പൗലോസ് ഇങ്ങനെ പറയുന്നത്, we do not wrestle, ഒരു മല്ല യുദ്ധം നടത്തുകയാണ്. ആരുമായിട്ട്? സാത്താനുമായിട്ട്. മനുഷ്യരോടല്ല ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്, പക്ഷെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഒരു ഹാൻഡ് ടു ഹാൻഡ് ഒരു യുദ്ധം പിശാചുമായിട്ട് നടത്തുക. കാരണം തലമുറയെ ദൈവത്തിങ്കിലേക്ക് നടത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയുകയാണ്, അതില് പറയുക, അതൊരു ഇപ്പൊ ഈ wrestling against the God എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി എപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നോ, എപ്പോഴൊക്കെ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ, നമ്മുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ, അപ്പോഴെല്ലാം നമ്മൾ ഇതൊരു wrestling ചെയ്യുക. സോ ഇറ്റ്സ് എ സീരിയസ് തിങ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മള് അതുകൊണ്ട് therefore take up the whole armor of God. അപ്പൊ നമ്മുടെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് wrestling ആണ്. ആരോടാ? പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. ഈ ഡാർക്ക്നെസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രിൻസിപ്പാലിറ്റീസ് എന്നതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്തുവാ പ്രിൻസിപ്പാലിറ്റീസ് എന്ന് പറയുന്നത്? പ്രിൻസിപ്പാലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഡാനിയലിന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാര് ദൈവത്തിന്റെ സന്ദേശവുമായി വരുമ്പോൾ ആ ഒരു പ്രിൻസിപ്പാലിറ്റീസ് ആ ദൂതന്മാരെ തടയുകയാണ്. അപ്പൊ ദൈവത്തിന്റെ നന്മയിൽ നിന്ന്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന്, ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തിയിൽ നിന്ന് ഒക്കെ എതിർത്ത് നിൽക്കുന്ന ചില പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ് ആണ് പ്രിൻസിപ്പാലിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ തലമുറകളെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഈ പ്രിൻസിപ്പാലിറ്റീസ് ആണ്. പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്സിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനോടൊക്കെ എതിർത്ത് നിൽക്കണമെങ്കിൽ, ഈ ഒരു wrestlingൽ നമുക്ക് ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, therefore take up the whole armor of God. ദൈവസഭയായ നമ്മൾ, ദൈവമക്കളായ നമ്മൾ ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെ പരിശീലിപ്പിക്കേണ്ടത്, ടേക്ക് അപ്പ് ദ ഹോൾ ആർമർ ഓഫ് ഗോഡ്. നമ്മുടെ ഡെയിലി ഉള്ള ലൈഫിൽ, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, നമ്മുടെ ഡെയിലി വാക്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേക്ക് അപ്പ് ദ ഹോൾ ആർമർ ഓഫ് ഗോഡ് ദാറ്റ് യു മേ ബി ഏബിൾ ടു resist the evil day and having done all to stand. ഈ ഒരു കാലത്ത് നമ്മുടെ തലമുറ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ് ടു ഹാവ് ദിസ് ആർമർ ഓഫ് ഗോഡ്. എന്നിട്ട് അതിന്റെ താഴേക്ക് പറയും, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. Stand therefore having girded with your waist with truth. വചനം സത്യം എന്ന അരക്കെട്ട്. അപ്പോ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഈ തലമുറ അല്ലെങ്കിൽ ദൈവസഭയെ, ദൈവമക്കളെ നാം പഠിപ്പിക്കേണ്ടത് എന്താ? സത്യത്തിൽ നടക്കാനായിട്ട് പഠിപ്പിക്കണം, റൈറ്റ്ഷ്യസ്നെസ്സിൽ ജീവിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. അതിന്റെ താഴെ പറയുകയാണ്, ഹാവിംഗ് ഷോഡ് യുവർ ഫീറ്റ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ നടപ്പുള്ളവരായിട്ട്, സുവിശേഷത്തിന്റെ ചെരുപ്പ് ധരിച്ചവരായി മുന്നോട്ട് നടക്കാനായിട്ട് നമ്മൾ പഠിക്കണം. കാരണം സുവിശേഷമാണ് നമ്മളെ വഴി നടത്തേണ്ടത്. ജീവിതത്തിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പല ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ, ഗൈഡൻസ് ഇല്ലാതിരിക്കുമ്പോൾ, പല ക്രോസ് റോഡ്സിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊരു ഡയറക്ഷൻ തരാൻ കഴിയുന്നത് ഈ ഒരു ദൈവത്തിന്റെ വചനത്തിന്, സുവിശേഷത്തിന് മാത്രമാണ്. അടുത്ത് പറയുകയാണ്, ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം പഠിപ്പിക്കണം. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷ എന്താന്ന് പഠിപ്പിക്കണം. സ്വോർഡ് ഓഫ് ദ സ്പിരിറ്റ് which the word of God, ദൈവത്തിന്റെ വചനം അറിയുന്ന ഒരു തലമുറയായിട്ട് നമ്മുടെ തലമുറകൾ മാറണം. അപ്പൊ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? സത്യത്തെ നമ്മൾ പഠിപ്പിക്കുന്നു,
ദൈവത്തിന്റെ റൈറ്റ്ഷ്യസ്നെസ് എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ സുവിശേഷം യഥാർത്ഥമായ ഓരോ കാര്യങ്ങൾ എന്താ പഠിപ്പിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നു. വിശ്വാസത്തെ നമ്മൾ പഠിപ്പിക്കുന്നു, രക്ഷയെ നമ്മൾ പഠിപ്പിക്കുന്നു, പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കുക. സോ ഇങ്ങനെയുള്ള ഈ പ്രയർ മീറ്റിങ്ങുകളാണ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചവരായി ഈ ദിവസങ്ങളിൽ പുറത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? അവരെ ദൈവസന്നിധിയിലേക്ക് ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ അവർ ദൈവത്തെ വളരാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ചെറിയ പാട്ട് പാടിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് നമ്മുടെ especially we all get saturated Christians, including myself. I think what's missing is the recognition of the Holy Spirit. They have this thing in mind, as you all say, and times where one-time grace is good. Now the concept of the Holy Spirit, the gifts of the Holy Spirit, and all happens serious at time. They don't take that serious. Right? Because I remember when we were young, my parents used to force you, but force for the good. It was like, but you sit with us and eventually you be eager for it. And the Holy Spirit will be filled at the right time. Yeah. And like this morning I was teaching the kids about Moses and then anyway it was another verse which I was taking, and in that one, Holy Spirit the advocate, and then I was asking the children, like, when do we go to an advocate when there is a problem, right? How many of us really go say Holy Spirit? Like the general concept is okay, right? Especially like Indian Pentecostal, like okay, Anyabhashayil samsarikkam. Narrow limited the functionality of the Holy Spirit in a limit akkuva. So like how many of us in our day-to-day life ask the Holy Spirit, I have this issue, deal with it. How it is really small coming to person, what was forced was, hey, if you are filled with the Holy Spirit, you have to talk in tongues. There is no, right? I mean, that's a gift, right? That's not everyone gets it. Yes. So the kids are really afraid to even step into that concept. Like if I don't speak in tongues, then I'm not filled with the Holy Spirit, right? That is concept. So I think what I prefer to teach my kids, hey, you be filled with the Holy Spirit, and you ask God, hey, the gifts of the Holy Spirit, like, hey, if I can prophesy, if I can heal, if I can knowledge, and things like that. God will give you according to what His way of calling you. So how is it they really like that too. Okay. Yeah. So we gotta teach our kids, Yeah. And this morning again following that, I was just having a quick just for the kids to familiarize with Bible opening and all. Like they were less than 10 years old kids. So I was just for familiarizing, I was just giving them a quick Bible reference, and then I was just discussing again this verse, Acts 1:18. So I said, look, if you have to be great witnesses at home, school, or everywhere, you need the power of the Holy Spirit, right? So then only you can be witnesses. So, and another thing is, there should be more awareness of, as you said, gifts of the Holy Spirit. But more than the gifts of the Holy Spirit, I feel the fruits of the Holy Spirit and the fruits of the flesh. Because if they have the knowledge of the fruits of the flesh, so many things can be prevented. May it be families or churches or so. We have this little talk at home because I've home a little while. Okay, so sometimes God speaks to us even through the kids, right? So it's all a two-way process. It's very, very important. You can sing one song, a learn song.
ബന്ധക്രിസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ബന്ധക്രിസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദി കടപ്പാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദി കടപ്പാൻ. നീതിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കാനാകാം. നീതിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കാനാകാം. സൈന്യത്താലെ അല്ല ശക്തിയാലെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലെ അല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ബന്ധക്രിസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ബന്ധക്രിസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്നതെല്ലാം പ്രാണികളുമിന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാം. ചലിക്കുന്നതെല്ലാം പ്രാണികളുമിന്ന് ജീവൻ പ്രാപിക്കാം. ഓ ചൈതന്യം നൽകേണം, നവജീവ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ബന്ധക്രിസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം.
കർത്താവേ നന്ദിയോട് സ്തോത്രം കർത്താവേ നോക്കാൻ ഞങ്ങൾക്ക് ജീവിതത്തിൽ സമയം തന്നെ യേശുവേ കുഞ്ഞുങ്ങളെ ജോലി അവയുടെ എല്ലാവരുടെ ഉദ്ദേശ താല്പര്യങ്ങളെല്ലാം കർത്താവ് മുൻകൂട്ടി അറിയിക്കാൻ കർത്താവെ സഹായിക്കണമേ അമേരിക്കയുടെ എല്ലാത്തിനെയും മുഴുവൻ പ്രാർത്ഥിക്കുന്നു എല്ലാ സഭകളിലും അവരെ വഴി നടത്തുകയും ദുഷ്ടം തൊടാതെ ഇങ്ങനെ ഒരു കൂടി വരുവാൻ തന്നെ മുഖാന്തരക്കാതെ ഇതിൻ്റെ കഴിയും പ്രാപ്തി എല്ലാ സൗകര്യങ്ങൾക്കായിട്ടും ഓരോരുത്തരെയും അനുകരിക്കണേ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായ യേശുവിനെ